നേതാവ് പ്രിയങ്ക ഗാന്ധി വദ്ര വയനാട്ടിൽ നിന്ന് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രിയങ്കയുടെ തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ ഒരു പാർട്ടി പ്രവർത്തകൻ പശുവിനെ കൊന്നതായുള്ള അവകാശവാദങ്ങളുമായി ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഏതായാലും അതിന്റെ വാസ്തവം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ആഘോഷിക്കാൻ കേരള കോൺഗ്രസിന്റെ മാധ്യമ ചുമതലയുള്ള മുഹമ്മദ് മുജാഹിദ് ഇസ്ലാം പശുവിനെ തലയിൽ വെടിവെച്ച് ബലിയർപ്പിക്കുന്നു എന്ന കുറിപ്പിനൊപ്പമാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത്. വൈറലായ വീഡിയോയുടെ ഫ്രെയിമുകൾ ഗൂഗിൾ ലെൻസിലൂടെ പരിശോധിച്ചപ്പോൾ 2024 മെയ് 7 ഇതേ വീഡിയോ ഉൾക്കൊള്ളുന്ന ഒരു എക്സ് പോസ്റ്റ് കണ്ടെത്തി. മണിപ്പൂരിലാണ് സംഭവം നടന്നതെന്നും പശുവിനു നേരെ വെടിയുതിർത്തയാൾ കുക്കി തീവ്രവാദിയാണെന്നുമായിരുന്നു പോസ്റ്റിന്റെ അടിക്കുറിപ്പ്. കൂടുതൽ പരിശോധനയിൽ പോസ്റ്റിന് മറുപടിയായി മൃഗസംരക്ഷണ സംഘടനയായ പെറ്റയുടെ പ്രതികരണം ലഭിച്ചു. 2024 മെയ് 7 ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറ്റകൃത്യം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് മണിപ്പൂർ പോലീസിന്റെ സൈബർ ക്രൈം സെല്ലുമായി ചേർന്ന് ക്രൂരത പ്രതികരണ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു പെറ്റ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മണിപ്പൂരിലാണ് ഈ സംഭവം നടന്നതെന്നും കുറ്റവാളിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനരോഷമുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് മണിപ്പൂരിൽ നിന്നുള്ള വീഡിയോയാണ് പ്രിയങ്ക ഗാന്ധി വദ്രയുടെ വയനാട് ഉപതിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട സംഭവം എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്നതെന്ന് വ്യക്തമായി. സത്യത്തിൽ പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി വദ്രയുടെ ഉപതിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകൻ പശുവിനെ വെടിവെച്ചു കൊന്നെന്ന അവകാശവാദവുമായി പ്രചരിക്കുന്ന വീഡിയോ മണിപ്പൂരിൽ നിന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയവുമായി വൈറൽ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം. പ്രിയങ്കയുടെ വിജയത്തിൽ കളിമൂത്ത് എവിടെ നിന്നോ തപ്പിപ്പിടിച്ചു കൊണ്ടുവരുന്ന ഇത്തരം വീഡിയോകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അതേസമയം ഉപതിരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയ ശേഷം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ കൂടുതൽ സമയം പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലാണ്. വയനാട്ടിൽ വീടും ഓഫീസും സജ്ജീകരിക്കാനാണ് അവർ ഒരുങ്ങുന്നത്. സുരക്ഷാ കാരണങ്ങൾ കൂടി കണക്കിലെടുത്ത് കൂടുതൽ കാലം വയനാട്ടിൽ തങ്ങാനാണ് അവർ ആലോചിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തു തന്നെ ദിവസം ഒരു മലയാളം വാക്ക് പഠിക്കാനും അവർ ശ്രമിച്ചിരുന്നു. ഇതിനായൊരു അധ്യാപികയെ വെക്കണമെന്ന നിർദ്ദേശവും അവർക്ക് മുന്നിലെത്തി. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കേരളത്തിലും വയനാടിനോട് അതിർത്തി പങ്കിടുന്ന കർണാടകത്തിലും ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഏറെ ആവേശം പകരും. അടുത്തു തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന കേരളത്തിൽ അവരുടെ സാന്നിധ്യം പകരുന്ന ഊർജത്തിന് പകരം വെക്കാനുള്ള ആയുധം മറ്റൊന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും വിയോഗവും AK ആന്റണിയുടെ വിശ്രമ ജീവിതവും കാരണം ക്രൗഡ് പുള്ളർമാരില്ലാത്ത കോൺഗ്രസിന്റെ കേരള നേതൃത്വത്തിന് പ്രിയങ്കയോളം നല്ലൊരു സാന്നിധ്യം വേറെ കിട്ടാനില്ല. ഉത്തരേന്ത്യയിൽ രാഹുലും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും പട നയിച്ച് രാജ്യതലസ്ഥാനത്തേക്ക് വഴി വെട്ടാമെന്ന പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്.